ലോസ് ആഞ്ചലസിൽ കഴിഞ്ഞ 4 ദിവസമായി നാശം വിതയ്ക്കുന്ന കാട്ടുതീയിൽ ഇപ്പോൾ മരണം ഏകദേശം 11 നിരവധി വീടുകൾ കത്തിനശിച്ചു. റോഡുകൾ തടഞ്ഞിരിക്കുകയാണ്. ശക്തമായ കാറ്റ് തീ ആളിപ്പടരാൻ സാധ്യതയുണ്ടെന്നും ഇത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിൽ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് അഗ്നിശമന സേനകൾ പറയുന്നു. വൻ തീപിടുത്തം ലോസ് ആഞ്ചലസിൽ പോഷ് ഏരിയകളിൽ ആയിരക്കണക്കിന് വീടുകൾ നശിപ്പിക്കുകയും ഹോളിവുഡ് ഹിൽസിലേക്ക് പടരുകയും ചെയ്തിരുന്നു. ഏകദേശം 10,000 വീടുകൾക്കും മറ്റു കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അത് ആ പ്രദേശങ്ങളിൽ ആരോ അണുബോംബ് വർഷിച്ചതുപോലെയായി തോന്നുകയും ചെയ്തു. മരണസംഖ്യ കൂടാമെന്ന് ഭയക്കുകയാണ് ഇപ്പോൾ ശുഭവാർത്ത പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ലോസ് ആഞ്ചലസ് കൗണ്ടി ഷെരീഫ് റോബർട്ട് ലൂണ മാധ്യമങ്ങളോട് നല്ല സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുന്നു. കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് ഈറ്റണിലെ തീ ഇപ്പോഴും നിയന്ത്രണാതീതമാണ്. പാലിസ് ഡേയ്സ് ഏരിയയിലെ തീയുടെ 6% നിയന്ത്രണ വിധേയമാക്കിയിട്ടുമുണ്ട്. കെന്നത്തിൽ ലോസ് ആഞ്ചലസ് വെഞ്ചൂറ കൗണ്ടിയിൽ ഏകദേശം 960 ഏക്കർ സ്ഥലത്തെ കാട്ടുതീ ബാധിച്ചു. അഗ്നിശമന സേനാംഗങ്ങൾ 35% പ്രദേശത്തും തീ നിയന്ത്രണ വിധേയമാക്കി. ഹസ്റ്റിലെയും ലിഡിയയിലെയും അഗ്നിശമന ഉദ്യോഗസ്ഥർ 1200 ഏക്കർ തീ അണയ്ക്കുന്നതിൽ പുരോഗതി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഹസ്റ്റിൽ 37% തീ നിയന്ത്രണ വിധേയമാക്കിയപ്പോൾ ലിഡിയയിലെ കണക്ക് 75%. ലോസ് ആഞ്ചലസിൽ മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിയത് സ്ഥിതിഗതികൾ കൂടുതൽ അനിയന്ത്രിതമാക്കി. കാറ്റിന്റെ വേഗത കുറഞ്ഞതോടെ ഹെലികോപ്റ്ററിൽ നിന്നും വെള്ളമൊഴിച്ച് തീ അണയ്ക്കുന്നത് എളുപ്പമാണെന്ന് രക്ഷാപ്രവർത്തകർ അറിയിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. എന്നിരുന്നാലും രാത്രിയിൽ കാറ്റ് വീണ്ടും വർദ്ധിച്ചു. അതിനുശേഷം തീ പടരുമെന്നും ലോസ് ആഞ്ചലസ്, തെക്കൻ കാലിഫോർണിയ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച ഉച്ചയോടെ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാകുമെന്നും ഉദ്യോഗസ്ഥർ ഭയപ്പെടുകയും ചെയ്തു. ശക്തമായ കാറ്റ് കാട്ടുതീ നിയന്ത്രിക്കുന്നതിന് കൂടുതൽ ബുദ്ധിമുട്ടാക്കുമെന്ന് ലോസ് ആഞ്ചലസ് അഗ്നിശമന വിഭാഗം മേധാവി ക്രിസ്റ്റിൻ ക്രോളി പറഞ്ഞു. ഞങ്ങൾ ഇതുവരെ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നത്. ലോസ് ആഞ്ചലസിലെ കാട്ടുതീ 2 ദിവസം മുമ്പ് വൻ ദുരന്തമായി US പ്രസിഡന്റ് ജോ ബൈഡൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. വൈറ്റ് ഹൗസിൽ മുതിർന്ന ഉപദേഷ്ടാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബൈഡൻ ഇത് പറഞ്ഞു. ഞാൻ ഗവർണറോടും പ്രാദേശിക ഉദ്യോഗസ്ഥരോടും അവർക്ക് ചെയ്യാനാകുന്നതെല്ലാം ചെയ്യാൻ പറഞ്ഞു. ലോസ് ആഞ്ചലസിൽ 1 ലക്ഷത്തോളം വീടുകൾക്കും വാണിജ്യ സ്ഥാപനങ്ങൾക്കും വൈദ്യുതി നഷ്ടമുണ്ടായി. ഈ തീപിടുത്തത്തിൽ $135 ബില്യൺ മുതൽ $150 ബില്യൺ വരെ നാശനഷ്ടവും സാമ്പത്തിക നഷ്ടവും കണക്കാക്കുന്നു. കാട്ടുതീ മൂലമുണ്ടായ പുക കാരണം ലോസ് ആഞ്ചലസിൽ വായു മോശമായതിനാൽ സ്കൂളുകൾ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. പാരിസ് ഹിൽട്ടണും മെൽ ഗിബ്ബണും ഉൾപ്പെടെ നിരവധി സിനിമാ താരങ്ങളുടെയും സെലിബ്രിറ്റികളുടെയും വീടുകൾ കാട്ടുതീ നശിപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 1,53,000 ആളുകളോട് ദുരിതബാധിത പ്രദേശങ്ങളിൽ നിന്നും ഒഴിയാൻ ആവശ്യപ്പെട്ടതായി ലോസ് ആഞ്ചലസ് കൗണ്ടി ഷെരീഫ് റോബർട്ട് ലൂണ പറഞ്ഞു. 1,66,800 ആളുകളോട് ആവശ്യമെങ്കിൽ വീട് വിട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് പോകാൻ തയ്യാറാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എല്ലാ ഒഴിപ്പിക്കൽ മേഖലകളിലും കർഫ്യൂ നിലവിലുണ്ട്. അതിനിടെ കെന്നത്തിലെ കാട്ടുതീയുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. എന്നാൽ തീപിടുത്തം മനഃപൂർവ്വം നടത്തിയതാണെന്നതിന് അവിശ്വസനീയവും നിർണായകവുമായ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ലെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പ്രമുഖ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഈ അടിയന്തര സാഹചര്യത്തിൽ കവർച്ച നടത്തിയതിന് 20 പേരെയെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ലോസ് ആഞ്ചലസ് പോലീസ് പറയുന്നത്. കാലിഫോർണിയ നാഷണൽ ഗാർഡുമായി ചേർന്ന് ലോസ് ആഞ്ചലസ് പോലീസ് ഒഴിപ്പിക്കൽ ഉത്തരവുകൾ ബാധിച്ച പ്രദേശങ്ങളിൽ കർഫ്യൂ നടപ്പിലാക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റ് US സംസ്ഥാനങ്ങളിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള അഗ്നിശമന സേനാംഗങ്ങളെ ആവശ്യമായ ഉപകരണങ്ങളുമായി കാലിഫോർണിയയിലേക്ക് അയക്കുകയും ചെയ്തു.